ഹലോ മക്കളെ, ഹിന്ദിയുടെ ക്ലാസ്സുകൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പേടി ഇല്ലേ? ഹിന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ്. മാത്സ് ഒക്കെ ആയിരുന്നു നേരത്തെ ഭയങ്കര പേടിയായിട്ടുള്ളത്. ഹിന്ദി ഇപ്പം കഴിഞ്ഞ എക്സാമിൻ്റെ ഇത് വെച്ചിട്ട് ഹിന്ദി എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ പേടിയുള്ളൊരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുക. 2 ലക്ഷം കുട്ടികൾ 8ാം ക്ലാസ്സിൽ തോറ്റത് അല്ലേ? ഹിന്ദിക്ക് മാത്രം തോറ്റത് 2 ലക്ഷം പേരാ. 3 ലക്ഷം കുട്ടികൾ എക്സാം എഴുതി, അതിൽ 2 ലക്ഷം കുട്ടികൾ എന്ത് ചെയ്തു? തോറ്റു. അത് വലിയൊരു പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. കാരണം ഒരു സബ്ജക്റ്റിൽ ഫെയിൽ ആകുക എന്ന് പറയുമ്പോഴത്തേന് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവം അല്ലേ? പെട്ടെന്ന് ഒന്നും പറയാണ്ട് തന്നെ അതിൻ്റെ നിലവാരം നമ്മുടെ പഠിത്തത്തിൻ്റെ നിലവാരം ഗവൺമെൻറ് മാറ്റി. ഓക്കെ, മെയിനായിട്ട് വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടൊരു ബാച്ചാണ് നിങ്ങളുടെ പുറകിൽ കിടക്കുന്ന 9 സ്റ്റേറ്റിലെ ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ 8ഉം അതിന് മുമ്പിലത്തെ കഴിഞ്ഞ വർഷത്തെ 8ഉം 9. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ ഒരു പേടിയും കാര്യങ്ങളും ഒന്നും വേണ്ട. മനസ്സിലായേ? റോഷ്നി, ഹലോ റോഷ്നി, ഹായ്. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ ഒരു പേടിയും കാര്യങ്ങളും വേണ്ട. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഹിന്ദി പഠിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു സപ്പോർട്ടിനും ഇരിക്കരുത്. അങ്ങനെ ഒരു സാധനങ്ങളും ഇല്ല. എത്രയും പെട്ടെന്ന് തരുന്ന ക്വസ്റ്റ്യങ്ങളും കാര്യങ്ങളും എല്ലാം പഠിച്ച് മുമ്പിലോട്ട് പോവുക, അർത്ഥം മനസ്സിലാക്കി മുമ്പിലോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. എന്തുവായിരുന്നു ചാപ്റ്ററിൻ്റെ പേര്? കിടുക്കി എന്നാണ് അല്ലേ? അപ്പോൾ അതിനു മുമ്പ് ഇക്കായ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് 1. ഓക്കെ, ഇക്കായ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 1. അപ്പം യൂണിറ്റ് 1 കിടുക്കി എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ മുമ്പിൽ നമുക്ക് ചെറിയൊരു സാധനം വായിക്കാനുണ്ട്. അതിൻ്റെ അകത്തൊന്നും ക്വസ്റ്റ്യൻ ഒന്നും വരില്ല, ആലോചിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിര സഫറോം കി ജുഗൽബന്ദി. സഫറോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ എന്തിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്? യാത്രനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് യാത്രനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. സഫറോം കി ജുഗൽബന്ദി, യാത്രകളുടെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഒത്തുചേരലിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് യൂണിറ്റ് തുടങ്ങുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. യാത്രകളുടെ ഒരു മനോഹരമായ ഒത്തുചേരൽ. ഓക്കെ, ഈ ജുഗൽബന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂസിക്കൽ ടേമാണ്. ഓക്കെ, ഒരു മ്യൂസിക്കൽ ടേം അതിവിടെ പറഞ്ഞേക്കുന്നത് ഇച്ചിരൂടെ മനോഹരമാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇവിടെ എടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ ഇത്രയേ ഉള്ളൂ, സഫറോം കി ജുഗൽബന്ദി, യാത്രകളുടെ ഒരു സംഗീതാത്മകമായ ഒരു ഒത്തുചേരൽ, ഒരു മനോഹരമായിട്ടുള്ളൊരു ഒത്തുചേരൽ. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അതിന് താഴെ ഒരു രാഹി മാസും റസ എന്ന് പറഞ്ഞ ഒരു ആള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ. ഈ സഫർ മേം നീന്ത് ഏസി ഖോ ഗയി. ഈ യാത്രയിൽ ഉറക്കം അങ്ങനെ അങ്ങ് പോയി. ഏത് യാത്രയല്ല, പോകുന്ന ഒരു യാത്രയിൽ. ഓക്കെ, അവിടെ ഉറക്കം എന്ത് ചെയ്യാണ്? പോയി. ഓക്കെ, ഈ സഫർ മേം നീന്ത് ഏസി ഖോ ഗയി. ഈ യാത്രയിൽ നീന്ത് ഏസി ഖോ ഗയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവുക. ഓക്കെ, നീന്ത് ഉറക്കം പോവുക. ഓക്കെ, ഈ യാത്രയിൽ ഉറക്കം പോവുക. ഹം നാ സോയെ രാത്ത് തക്കുകർ സോ ഗയി. നമ്മൾ ഉറങ്ങിയില്ല, പക്ഷെ രാത്രി എന്ന് പറഞ്ഞാൽ എന്താ? രാത്രി മടുത്ത് ഉറങ്ങിപ്പോയി. ഓക്കെ, ഈ യാത്രയിൽ നമ്മൾ പോയില്ല, പക്ഷെ ഉറങ്ങിയില്ല, പക്ഷെ രാത്രി മടുത്തിട്ട് രാത്രി എന്ത് ചെയ്യാണ്? ഉറങ്ങിപ്പോയി എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ, ശരി, നമ്മൾ നേരെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. വേറൊരു കാര്യങ്ങളും എക്സ്ട്രാ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഏറ്റവും ചെറിയ സമയത്ത് നമ്മുടെ ചാപ്റ്റർ എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ഇതിൻ്റെയൊക്കെ നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി നമ്മുടെ സൈറ്റിൽ പോയി തുടങ്ങി. ഇക്കോഡോൺ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ ഇക്കോഡോൺ അല്ലെങ്കിൽ ഫ്രീ നോട്ട്സ് ഇക്കോഡോൺ എന്ന് അടിച്ചാൽ ഇതിൻ്റെയൊക്കെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഒന്നുകൂടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിലും മലയാളത്തിൻ്റെ ഹിന്ദി വിവർത്തനം ചെയ്ത് മലയാളത്തിലും ആക്കിയിട്ടുണ്ട്, ഹിന്ദിയിലും കിടപ്പുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്തുവാ? കിടുക്കി. അതൊരു ലഘുകഥയാണ്, ഒരു ചെറിയ കഥയാണ്. ലഘുകഥ എന്ന് വെച്ചാൽ ചെറിയ കഥയാണ്. അജു ഖർബന്ദ എന്ന് പറഞ്ഞ ആളാണ് ഇത് എഴുതിയിരിക്കുന്നത്, അജു ഖർബന്ദ. ഓക്കെ, ഹോഷിയാർപൂർ സെ ഷാദി കാ ബുലാവ ആയാത്ത. ഹോഷിയാർപൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്ന്, നോർത്ത് ഇന്ത്യയാണ്, സ്ഥലം കേട്ടറിയാം. ഹോഷിയാർപൂർ എന്ന് പറയുമ്പോഴത്തേന് നാഗ്പൂർ, പിന്നെ അങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ. അവിടുന്ന് ഹോഷിയാർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഷാദി കെ ബുലാവ ആയ, കല്യാണത്തിൻ്റെ ഒരു വിളി വന്നു. ട്രെയിൻ സേ ജാന തക് ഹുവ. ട്രെയിനിൽ എന്ത് ചെയ്യണമായിരുന്നു? പോണമായിരുന്നു. ട്രെയിൻ സേ ജാന തൈ ഹുവ. തൈ എന്നാണ് കേട്ടോ, തക്ക് എന്നല്ല, തൈ ഹുവ. ട്രെയിനിൽ പോകാൻ തീരുമാനമായി, അതിനാണിത് പോകേണ്ടത്. സർദി ഹൽക്കി ഹൽക്കി ദസ്തക്
ദേനെ ലഗീത്തി, തണുപ്പ് ഭയങ്കരമായിട്ട് അടിക്കാൻ തുടങ്ങുന്ന സമയമായിരുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ തണുപ്പ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പൊക്കെയാണ് വരുന്നത്. इसलिए सोचा चलो इस बार AC के बजाय जनरल कोच से सफर का आनंद लिया जाए. അപ്പൊ ഞാൻ ആലോചിച്ചു എന്തായാലും തണുപ്പാണ്, അങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യം എന്ത് വേണ്ട, AC കമ്പാർട്ട്മെന്റ് AC കോച്ച് വേണ്ട, പകരം എന്ത് വേണം, ഞാൻ ജനറലിൽ അങ്ങ് പോയേക്കാം. ഞങ്ങൾ ജനറലിൽ പോയേക്കാം. എവിടാ പോന്നേ? കല്യാണത്തിന് പോവാണ്. എവിടാ? ഹോഷിയാർപൂരിൽ കല്യാണത്തിന് പോവാണ്. ജനറൽ കമ്പാർട്ട്മെന്റിലാണ് പോകാൻ തീരുമാനിച്ചത്. പഹലെ ബീവി ബച്ചെ ജനറൽ സെ ജാനെ പർ കുച്ച് നാരാസ് ഹുവ. ആദ്യം എന്ത് ചെയ്തു? പിള്ളേരും, ബീവിയും എന്ന് വെച്ചാൽ വൈഫും, ബച്ചെ എന്ന് പറഞ്ഞാൽ കുട്ടികളും ജനറലിൽ പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കുറച്ചൊന്ന് വാശി പിടിച്ചു, അങ്ങനെ പോവണ്ട, നമുക്ക് ബുക്ക് ചെയ്ത് തന്നെ AC കമ്പാർട്ട്മെന്റിൽ തന്നെ പോവാമെന്ന് ആദ്യം പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്തില്ല, അവര് AC കമ്പാർട്ട്മെന്റിൽ പോയില്ല, ജനറലിൽ തന്നെ പോയി. ഓക്കെ. पर फिर തോടി നാ നുക്കൂർ കെ ബാദ് മാൻ ഗയ. പക്ഷെ കുറച്ച് എതിർപ്പുകൾക്ക് അപ്പുറവും, തോടി നാ നുക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച്, തോടെ എന്ന് പറഞ്ഞാൽ കുറച്ച്, നാ നുക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർപ്പുകൾ. ഓക്കെ, എതിർപ്പുകൾക്ക് ശേഷം എന്ത് ചെയ്തു? പോവാൻ തീരുമാനിച്ചു. ദില്ലി സെ ലഗ്ഭഗ് 8 ഘണ്ടെ കാ സഫർ. ദില്ലിന്നായിരുന്നു അപ്പൊ ഇവരുള്ളതെന്ന് മനസ്സിലായി അല്ലെ? ദില്ലിയിൽ നിന്ന് 8 മണിക്കൂറത്തെ യാത്ര. നോക്കിയാൽ ദില്ലി സെ ലഗ്ഭഗ് 8 ഘണ്ടെ കെ സഫർ. ദില്ലിയിൽ നിന്ന് ലഗ്ഭഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 8 ഘണ്ടെ, 8 മണിക്കൂർ കാ സഫർ. സഫർ എന്ന് വെച്ചാൽ യാത്ര. സീറ്റ് ബുക്ക്, സീറ്റ് എന്ത് ചെയ്തു? നമ്മൾ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എവിടെയാണെങ്കിലും, ജനറലാണെങ്കിലും സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തോ ജ്യാദാ പരീക്ഷാനി നഹി ഹുയി. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ, വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് പോകാൻ പറ്റി എന്നാണ് പറയുന്നത് കേട്ടോ. സീറ്റ് ബുക്ക് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ജ്യാദാ പരീക്ഷാനി, പ്രശ്നങ്ങൾ എന്നുള്ളതാണ്, പ്രോബ്ലംസ് എന്നുള്ളതാണ് അതിന്റെ ഹിന്ദിയാണ് കേട്ടോ പരീക്ഷാനി. ബച്ചേനെ ജട്ട് ഖിഡ്കി വാലി സീറ്റ് ജപ്പട്ട്ലി. പിള്ളേർ ട്രെയിനിൽ കയറാനുള്ള താമസം. ആദ്യം തന്നെ എന്ത് ചെയ്തു? സീറ്റ് മറ്റേ ജനലിന്റെ സൈഡിലുള്ള സീറ്റ് തന്നെ കയറി പിടിച്ച് സ്ഥലം ഉറപ്പിച്ചു. ഓക്കെ. ജട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന്, കിടുക്കി ജനല്, വാലി സീറ്റ് ജപ്പട്ട്ലി പിടിച്ചു. ഓക്കെ, പിടിച്ചെടുത്തു. സാരാ സാമാൻ सेट कर मेम और पत्नी बातों में മഷ്ഗുൽ ഹോ ഗയ. എല്ലാ കാര്യങ്ങളും കണ്ട് കാര്യങ്ങളൊക്കെ കേട്ട് എന്ത് ചെയ്തു? ഞാനും വൈഫും എന്ത് ചെയ്യാണ്? സാധനങ്ങളൊക്കെ എടുത്ത് ട്രെയിനിലോട്ട് കയറുകയാണ്. സംസാരത്തിൽ ഏർപ്പെട്ടിട്ട് എന്ത് ചെയ്യാണ്? ട്രെയിനിലോട്ട് കയറുകയാണ്. നോക്കിയാൽ സാര സാമാൻ സേട്ട് കർ, എല്ലാ സാമാനവും എടുത്തിട്ട്, മേം അവർ പത്നി, ഞാനും വൈഫും, ബാത്തോ മേം മഷ്ഗുൽ ഹോ ഗയ്, ഞങ്ങൾ എന്ത് ചെയ്തു? സംസാരിച്ച് അത് കയറുകയാണ്. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് പേജിൽ അവർ പറയുന്നത്. ഓക്കെ, ഇതിന്റെ മലയാളം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ ലാസ്റ്റിൽ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഓക്കെ. ദെൻ ദീദി, അപ്പൊ ട്രെയിനിന്റെ അകത്ത് കയറിയിരിക്കുകയാണേ. ദീദി ജമ്മു കെ ഷാൽ ലേലോ ബഹുത് ബടിയാ ഹെ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഇവരിങ്ങനെ ട്രെയിനിന്റെ അകത്ത് കയറി ട്രെയിനൊക്കെ വിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ചേച്ചി ജമ്മുവിലെ ഷാളാണ്, ജമ്മു ആൻഡ് കാശ്മീരിലുള്ള ഷാളാണ്, ഒരെണ്ണം എടുത്തു, നല്ല രസമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ അവിടെ വരികയാണ്. രംഗ് ബിരംഗി ഷാൾ കാ ഭരി ഗട്ടർ ഉട്ടായെ ഏക് സാവ്ലി സലോനി കജ്രാരി ആംഖേം വാലി യുവതി പത്നി കോ ഇസ്രാർ കർനെ ലഗി. എന്താ പറഞ്ഞേക്കുന്നത്? അവിടെ കുറെ വേർഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കി, രംഗ് ബിരംഗി ഷാലോം കെ ഖാ ഭാരി ഗട്ടർ ഉട്ടായെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രംഗ് ബിരംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കളർഫുൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കളർഫുൾ ആയിട്ടുള്ള ഷാൾ കൊണ്ടുവച്ചിട്ടുള്ള ഒരു കൊട്ട. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഭാരി ഗട്ടർ ഉട്ടായി എന്ന് വെച്ചാൽ ഭാരമുള്ളൊരു വലിയൊരു കൊട്ടയ്ക്കകത്ത് ഭയങ്കര ഡിഫറെന്റ് കളേഴ്സിലുള്ള രംഗ് ബിരംഗി ഭയങ്കര കളേഴ്സിലുള്ള കൊട്ടയും പിടിച്ചുകൊണ്ട് ഒരാൾ ഇങ്ങോട്ട് വരികയാണ്. അതിനുശേഷം ആരാണ് വരുന്നതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കി, ഏക്ക് സോവ്ലി സലോനി കാജ്രാരി. സോൽനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുനിറമുള്ള, സലോനി കജ്രാരി ആങ്കി എന്ന് പറഞ്ഞാൽ കണ്ണൊക്കെ നല്ല സുന്ദരമായിട്ട് കണ്ണ് എഴുതിയിട്ടുള്ള, വാലി യുവതി പത്നിക്ക് ഇസ്രാർ കർനെ ലഗി. ഒരു കണ്ണെഴുതിയിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഇരുനിറമുള്ള കണ്ണെഴുതിയിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ഒരു യുവതി വൈഫിന്റെ അടുത്ത്, ഈ പുള്ളിക്കാരന്റെ വൈഫിന്റെ അടുത്തോട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അടിപൊളിയായിട്ടുള്ള ഷാളാണ്, എവിടുത്തെയാണ്? നമ്മുടെ ജമ്മുവിലുള്ള ഷാളാണ്, വാങ്ങിച്ചോളൂ, നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, കിത്ന കീ ഹെ. അപ്പൊ വൈഫ് ചോദിക്കുകയാണ്. ഓഫ് കോഴ്സ് വൈഫ് ചോദിക്കും, എത്രയാണ്? 28 സൗക്കി. അട്ടായി, ആട്ടെന്ന് കിടപ്പുണ്ട് അതിൻ്റെ അകത്ത്. ആട്ട് 1 2 3 4 5 6 7 8. ആട്ടെന്ന് പറഞ്ഞാൽ എന്താ? 8. അട്ടായി സൗ എന്നാണ്. അപ്പൊ 800 രൂപയുടെ ആണ്. ഓക്കെ, അപ്പൊ വൈഫ് ചോദിച്ചു കിത്തനേക്ക് എത്ര രൂപയാണ്?
പുള്ളിക്കാരി പറഞ്ഞു 28 സൗക്കി. ഓക്കെ, 8,800 രൂപയുടെയാണ്. ഇത്തി മഹങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തി മഹങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പൈസയോ? ഒരു ഷാള് ജമ്മു എന്നുള്ളതും കൊണ്ട് അത്രയും പൈസ കേട്ടോ. ജാദാ പീസ് ലോഗേ തോ കം കർ ദൂങ്കി. കുറച്ച് പീസ് കൂടുതൽ എടുക്കുവാണെങ്കിൽ, ഷാളാണ് കേട്ടോ, വേറൊന്നും അല്ല വാങ്ങിക്കുന്നത്, ഷാളാണ്. കുറച്ച് പീസ് എടുക്കുവാണെങ്കിൽ ഞാൻ പൈസ കുറച്ച് തരാം. മുച്ചേ ദുഃഖ, അപ്പൊ ഉടനെ വൈഫ്, മുച്ചേ ദുഃഖാൻ കോലിനേക്ക് ക്യാ, എനിക്കെന്തിനാ കട തുടങ്ങാൻ. തగ్గടിച്ച് കുറച്ച് കൂടുതൽ എടുക്കുവാണെങ്കിൽ ഞാൻ പൈസയൊക്കെ കുറച്ച് തരാം, എനിക്കെന്തിനാ കട തുടങ്ങാനോ. ഓക്കെ, ലേലോനാ ബഹനോം അവർ ബാബിയോം കെ ലിയേ. ഓക്കെ, നീ എടുക്കുന്നൊന്നും അല്ല കേട്ടോ, ഇടി കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ. ലേലോനാ, ഒരു മര്യാദയോടെ എടുക്കൂന്നേ, അനിയത്തിമാർക്കും ചേട്ടത്തിമാർക്കും ഒക്കെ കൊണ്ട് കൊടുക്കാലോ. മേനെ പത്നി കോ ഇഷാര കിയാ തോ ഉസ്നെ ആംഖേം തരേർ കർ മുझे ചുപ് രഹനെ കോ സംകേത് ദിയ. ഞാൻ വൈഫിന്റെ അടുത്ത് ആംഗ്യം കാണിച്ചു, വേണമെങ്കിൽ വാങ്ങിക്കേ. അതാണ് അവിടെ പറയുന്നത്. മേ പത്നിക്കോ ഇഷാര കിയ എന്ന് വെച്ചാൽ ആംഗ്യം കാണിക്കുക. ഇഷാര എന്ന് വെച്ചാൽ ആംഗ്യം കാണിക്കുക കേട്ടോ, വേണമെങ്കിൽ വാങ്ങിക്കേ. ഓക്കെ, അപ്പൊ പത്നി എന്ത് ചെയ്തു? തോ ഉസ്നെ ആംകോം തരേർക്കർ, അവളെന്ത് ചെയ്തു? കണ്ണ് മാറ്റിയിട്ട് പുച്ഛത്തോടെ മുझे ചുപ് രഹനേക്ക സംകേത് ദിയ, ഇങ്ങനെ കണ്ണ് കാണിച്ചിട്ട് മിണ്ടാണ്ടിരിക്കാൻ എന്ത് ചെയ്തു? ആംഗ്യ ഭാഷയിൽ കാണിക്കും, നിങ്ങൾ മിണ്ടാണ്ടിരിക്കാൻ നോക്കിക്കളാന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അച്ഛാ 5 സേ ലൂ തോ കിത്നാ കോ ദേഗി. ഓക്കെ, ശരി, 5 പീസ് എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് തരാൻ പറ്റും ഓരോ പീസും? ഓക്കെ, 100 रुपया पर പീസ് ലേ ലേനാ ദീദി. ഓക്കെ, എത്ര? 200 രൂപയ്ക്ക് ഓരോ പീസ് വെച്ച് എടുത്തു. ഓക്കെ, അപ്പൊ അവർ സൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 കേട്ടോ. സൗ എന്ന് വെച്ചാൽ 200 അല്ല, സൗ എന്ന് വെച്ചാൽ 100. 200 रुपये पर പീസ് ലേനാ ദീദി. 200 രൂപയ്ക്ക് ഓരോ പീസ് വെച്ചെടുത്തു. എല്ലാം കൂടി 200 അല്ല, 5 എണ്ണവും 200 അല്ല, ഓരോ പീസിന് 200 രൂപ വെച്ച് എടുത്തു. ഞാനാ വേണ്ട, 100 रुपया पर പീസ്. അപ്പോൾ തിരിച്ചു പറയാണ്, 200 രൂപയ്ക്ക് എടുത്തോ, ഓരോ പീസ് വെച്ച് 200 രൂപയ്ക്ക് എടുത്തു. വേണ്ട, ഒരു പീസിന് 200 രൂപയെ, നമ്മൾ ചോദിക്കുന്ന പോലെ തന്നെ. ഓക്കെ, ദീദി സൗത്തോ ബൗത്ത് കം ഹേ. അപ്പൊ അവര് അതിനു മുമ്പ് വേറൊരു സാധനം ഉണ്ട്, 100 रुपये पर പീസ്. അപ്പൊ അവര് തിരിച്ചു പറയാണ്, പറ്റില്ല. 100 रुपये എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ. ഒരു പീസിന് ഞാൻ എത്ര തരും? 100 രൂപ വെച്ച് തരും. 1 രൂപ വെച്ച് വില പേശാൻ തുടങ്ങി. പറ്റില്ല, 100 രൂപ വെച്ച്, സൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ വെച്ച് ഞാൻ തരും. ഓക്കെ ആണോ? അപ്പൊ അവര് ദീദി സൗത്തോ ബൗത്ത് കമ്മേ. ചേച്ചി അത് സൗണ്ട് ഒന്ന് മാറി കേട്ടോ. ചേച്ചി അത് ഭയങ്കര കുറവല്ലേ? ദീദി സൗത്തോ ബൗത്ത് കമ്മേ. ചേച്ചി അത് ഭയങ്കര കുറവല്ലേ? कहते हुए उसका गला रूट गया. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ എന്ത് ചെയ്യാണ്? ഗല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നേ. ഗല റൂട്ട് ഗയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ട ഇടറുക. അവർ ഉസ്കി കചുരാരി ആക്കിയും ഭർഗൈ. എന്നിട്ട് അവളുടെ മറ്റേ കണ്ണ് എഴുതിയിട്ടുള്ള കണ്ണുകൾ എന്ത് ചെയ്യാണ്? നിറയാണ്. ഓക്കെ, അത്രയാണ് രണ്ടാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്നത്. ദീദി സൗത്തോ ബഹുത് കം ഹേ. ചേച്ചി 100 എന്ന് പറയുമ്പം വളരെ കുറവല്ലേ? ഓക്കെ, കത്തെ ഹുവേ ഉസ്ക, അങ്ങനെ പറഞ്ഞോണ്ട് ചേച്ചി 100 രൂപ വളരെ കുറവല്ലേ? സൗണ്ട് ഇടറിക്കൊണ്ട് കണ്ണിൻ്റെ അകത്തുനിന്ന് വെള്ളം വന്നുകൊണ്ട് അവർ പറയുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ആദ്യത്തെ 2 പേജിൻ്റെ അകത്ത് പറയുന്നത് കേട്ടോ. ദെൻ ലാസ്റ്റ് പേജിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൽ നാ തേരി നാ മേരി. ശരി, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഓക്കെ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഓക്കെ, ചൽ നാ തേരി നാ മേരി. ഓക്കെ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 150 per പീസ്. 150 രൂപ ഒരു പീസിന്. 150 രൂപ. ആരാ? വൈഫ് പറയാണ്, പുള്ളീൻ്റെ വൈഫ് പറയാണ് 150 രൂപ ഒരു പീസ്. ഓക്കെ, അച്ഛാ ദീദി. ശരി, ടീക്ക്, ശരി, ഓക്കെ. ലോ രംഗ് പസന്ദ് കർ ലോ. ശരി, കളറ് ഓക്കെ ആണോ നോക്ക്, ഏതൊക്കെ കളർ വേണം എന്നുള്ളത് നോക്ക് എന്ന് പറഞ്ഞു. ഓക്കെ, എന്താ പറഞ്ഞേ? ലോ രംഗ് പസന്ദ് കർ ലോ. ശരി, കളർ ഏതൊക്കെ വേണം എന്നുള്ളത് നോക്കാൻ പറഞ്ഞു. കുച്ച് സോച്തേ ഹുവേ ഉസ്നെ കഹ ഔർ ഗട്ടർ പത്നിക്ക് സാമനെ സർക്ക ദിയ. എന്താ പറഞ്ഞേക്കുന്നേ? കുറച്ചൊന്ന് ആലോചിച്ചിട്ട് 150 രൂപ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ എന്ന് അവരും പറഞ്ഞു. പക്ഷെ എടുത്തു കൊടുക്കാൻ അവർക്കൊരു മടി. ആർക്കാ? ആ ലേഡിക്ക് എടുത്തു കൊടുക്കാനൊരു മടി. അപ്പൊ കുറച്ച് ആലോചിച്ചിട്ട് നമ്മുടെ
സുന്ദരമായിട്ടുള്ള കണ്ണെഴുതിയിട്ടുള്ള ആ ഒരു യുവതി കുറച്ച് ആലോചിച്ചതിന് ശേഷം കയ്യിലുള്ള സാധനം എടുത്തിട്ട് നമ്മുടെ ചേച്ചിയുടെ സൈഡിലോട്ട് നീട്ടുകയാണ്, ഇന്ന് എടുക്കാനെന്നും പറഞ്ഞിട്ട് കേട്ടോ. അതെങ്ങനെയാ, അതിന്റെ ഹിന്ദി എങ്ങനെയാ വരുന്നത്? കുച്ച് സോച്തേ ഹുവേ, കുറച്ച് ആലോചിച്ചിട്ട് ഉസ്നെ കഹാ അവർ ഗട്ടർ പത്നിക്ക്, ഗട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ട കേട്ടോ, കുട്ട പത്നിക്ക് സാമനെ സർക്കാദിയ, നമ്മുടെ വൈഫിന്റെ ഫ്രണ്ടിലോട്ട് എന്ത് ചെയ്തു, നീട്ടി കാണിച്ചു കൊടുത്തു. പത്നീനെ 5 ഷാൾ അലഗ് കർ ലി, പത്നി എന്ത് ചെയ്തു, വൈഫ് എന്ത് ചെയ്തു, 5 ഷാള് എടുത്തു മാറ്റി, ഡിഫറെന്റ് കളറിൽ 5 ഷാൾ എടുത്തു മാറ്റി. മേരെ അവർ ദേക്ക് റുപ്പേ ദേനേക്ക ഇഷാരാക്കിയ. ഹസ്ബൻഡിന്റെ പരിപാടി എന്തുവാ, ഹസ്ബൻഡിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ അതല്ലേ. എന്ത് ചെയ്തു, ഹസ്ബൻഡ് എടുത്ത് ഇപ്പൊ 5 പീസ് വൈഫ് എടുത്തതിന് ശേഷം ഹസ്ബൻഡിന്റെ സൈഡിലോട്ട് നോക്കിയിട്ട് എന്ത് ചെയ്തു, കണ്ണുകൊണ്ട് കാണിക്കും, പൈസ ഇവിടെ. ഇപ്പൊ ഹസ്ബൻഡ് ഇവിടുന്ന് എടുത്തിട്ട് എത്ര രൂപ കൊടുത്തു, 5 പീസ്, 150 രൂപയുടെ 5 പീസ് എന്ന് പറയുമ്പോൾ എത്ര വരും, മാക്സിന് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ, എത്ര വരും, 750 രൂപ അല്ലേ. കമന്റ് ചെയ്യണം കേട്ടോ. 750 രൂപ നിക്കൽ കർദി മേനെ ജട്ട്. ഇപ്പൊ ഇഷാരാക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗ്യം കാണിക്കുക എന്നുള്ളത് ഇനി മറന്നു പോരുത് കേട്ടോ. മേനെ ജട്ട് 750 റുപ്പീസ് റുപ്പയ നിക്കൽക്കർ ദേ ദിയ. ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു, അതിന് ജട്ട് എന്നുള്ളതിന്റെ പേരെന്തുവാ, ഇഷാര. അതിന്റെ മലയാളം എന്താ, ഇഷാര. ഞാൻ ജട്ട് എന്ന് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന്. ഓക്കെ, മേനെ ജട്ട്, ഞാൻ പെട്ടെന്ന് 750 രൂപ 750 റുപ്പീസ് നിക്കാൽക്കർ ദേദി, ഞാൻ പെട്ടെന്ന് 750 രൂപ എടുത്തിട്ട് എന്ത് ചെയ്തു, കയ്യിലോട്ട് കൊടുത്തു. ഓക്കെ, ഉസ്കെ ജാനെ കെ ബാദ് रास्तों पर पत्नी के सुई इसी बात पर अटकी रही. അപ്പം സാധനമൊക്കെ വാങ്ങിപ്പിച്ചിട്ട് ആ ലേഡി അങ്ങ് പോയി, ആ യുവതി അങ്ങ് പോയി. പക്ഷേ യാത്ര കഴിയുന്നിടം വരെ വൈഫ്, ഈ പുള്ളിക്കാരി, ഷാൾ എടുത്ത പുള്ളിക്കാരി യാത്ര കഴിയുന്നിടം വരെ എന്ത് ചെയ്യാണ്, ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതിനെപ്പറ്റി ഏക് ബാർ മേ തോ മേ ഹി ടേങ്ക് 100 റുപ്പേ മേം മാങ്കി. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോഴേ അവരെന്ത് ചെയ്തു, 800 150 രൂപയിലോട്ട് കുറച്ചു. ഗൽത്തിക്ക് തെറ്റായിപ്പോയി. തൊടാത്തോ മോൾ അവർ കർണെ ചാഹിയത്ത. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോഴത്തേന് എത്ര രൂപ കുറച്ചു, 150 രൂപയ്ക്ക് എനിക്ക് തരാമെന്ന് പറഞ്ഞു. തെറ്റിപ്പോയി. തോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് കുറച്ച് വിലപേശണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെ ഹിന്ദി പറയുന്നത് നോക്കി, തോൽമോൽ, കുറച്ചുകൂടെ വിലപേശുക കേട്ടോ. തോൽമോൽ അവർ കർണ ചാഹിയത്ത, കുറച്ചുകൂടെ ഒന്ന് വിലപേശേണ്ടതായിരുന്നു. അവർ മേരി സൂയി. പക്ഷെ എൻ്റെ ആലോചന എങ്ങനെയായിരുന്നു, സൂയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അകത്തെ ആലോചന കേട്ടോ. മേരി സൂയി എൻ്റെ ആലോചന. അതിദ് മേം ജാ അട്കീത്തി. അതിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നേരത്തെ സമയത്തിലോട്ട്, അതായത് പണ്ടത്തെ കാലത്തിലോട്ട് പോകാൻ തുടങ്ങി. എന്തായിരിക്കും, അവിടെ ഒരു കഥ കിടപ്പുണ്ടല്ലേ. എൻ്റെ ആലോചന എന്ത് ചെയ്തു, പണ്ടത്തെ കാലത്തോട്ട് പോകാൻ തുടങ്ങി. बेटी को गोद में बैठा रेलगाड़ी के खिड़की से जागता में सोचा रहा था എന്ന് പറയുമ്പോൾ മോളെ എടുത്ത്, ബേട്ടി എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മോളെ എടുത്തിട്ട് ഗോദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിയിൽ വെക്കുക കേട്ടോ. മോളെ എടുത്തിട്ട് മടിയിൽ വെച്ചിട്ട് ട്രെയിനിന്റെ ജനാലയിൽ കൂടെ വെളിയിലോട്ട് നോക്കി ആലോചിക്കാൻ തുടങ്ങി. സോച്ച് രഹാത്ത, ആലോചിക്കാൻ തുടങ്ങി. മേരെ പിതാ ഫി रेलगाड़ी में सामान बेच जब थके हारे घर आते थे. എന്തോ ആലോചിച്ചത്, കൊച്ചിനെ എടുത്തിട്ട്, പെൺകുട്ടീനെ എടുത്തിട്ട് മടിയിൽ വെച്ചിട്ട് എന്ത് ജനൽ വെളിയിലോട്ട് നോക്കിയിട്ട് ആലോചിക്കുകയാണ്, എൻ്റെ അച്ഛനും പണ്ട് സാധനം ട്രെയിനിൽ വിട്ടിട്ടായിരുന്നു ഞങ്ങളെ നോക്കിയിരുന്നത്. അതിനൊരു വേറെ ഒരു വേർഡ് പറയുന്നുണ്ട്, തക്കേ ഹാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണിച്ച് ദാഹിച്ച് ആയിരുന്നു ഞങ്ങളെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഹരേ തക്കേ ഹാരെ. ഓക്കെ, ആ വേർഡ് മറക്കരുത് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തക്കേ ഹാരെ ഗർ ആത്തേത്തെ, വിശന്ന് ക്ഷീണിച്ചായിരിക്കും വീട്ടിലോട്ട് തിരിച്ചു വരിക. തോ ഉൻകി ആങ്കോ മേ ബി വഹി നമീത്തി. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകളിലും ഉണ്ടായിരുന്നു അതേ നനവ്. ഏതേ നനവ്? ജോ ആജ് ഉസ് യുവതി കെ ആങ്കോ മേ തി. ഏത് നനവാ? അച്ഛന. അപ്പം പണ്ട് ട്രെയിനിൽ സാധനങ്ങൾ വിറ്റ് നടന്ന എൻ്റെ അച്ഛൻ്റെ കണ്ണിൽ ഉണ്ടായിരുന്ന, വീട്ടിൽ ക്ഷീണിച്ച് വരുമ്പോൾ എൻ്റെ അച്ഛൻ്റെ കണ്ണിലുണ്ടായിരുന്ന അതേ നനവായിരുന്നു ഇന്ന് ആ ലേഡി സാധനം വിറ്റിട്ട് പൈസ വിലപേശിച്ച സമയത്ത് അവരുടെ കണ്ണിൽ വരുന്ന അതേ കണ്ണുനീര് പോലത്തെ കണ്ണുനീര്. ഓക്കെ, ചെറിയ ഇങ്ങനെ വേർത്തിട്ടുണ്ടാവുന്ന കണ്ണുനീരും വേർപ്പും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഭവം ഇല്ലേ, ആ സംഭവം പുള്ളിക്കാരൻ്റെ കണ്ണിലും അന്ന് ഉണ്ടായിരുന്നു. എനിക്കപ്പോൾ ഇന്ന് അത് മനസ്സിലായത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. യാത്രയിലും കൊണ്ട് ആലോചിപ്പിക്കുന്നത്, മനുഷ്യനെ യാത്രയിലൂടെ പല കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, പഠിപ്പിക്കുന്നുണ്ട്. പഠിക്കാൻ പറ്റും.
ഇപ്പം ഞാൻ യാത്ര ചെയ്യുവാണെങ്കിൽ എനിക്കതിൽ കൂടെ പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. മറ്റ് ഭാഷ, അവരുടെ സംസ്കാരം, പിന്നെ ആൾക്കാരോട് എങ്ങനെ പെരുമാറണം, ഇതുപോലത്തെ പല കാര്യങ്ങളും എന്ത് ചെയ്യാണ് യാത്രയും കൊണ്ട് പറ്റും എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം മലയാളത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ പേജും ഞാൻ ഓരോന്നായിട്ട് ഇട്ട് തരാം. കറക്റ്റായിട്ട് ഒന്നുകൂടെ വായിക്കുക, ചാപ്റ്റർ മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്റർ. കഴിഞ്ഞ പ്രാവശ്യം വരെ ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞൊരു വലിയ ചാപ്റ്റർ ആയിരുന്നു നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വന്നിരുന്നത് അല്ലേ. വളരെ ടഫായിട്ടുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു. അത് വായിക്കുന്ന അതിൻ്റെ അകത്ത് ഓരോ വേർഡ്സും വളരെ ടഫായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ ഒന്നുമില്ല. എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ കഥ, ലഘുകഥ എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ചെറിയ കഥ പറ്റുന്ന രീതിയിലുള്ള കഥയാണ് നിങ്ങൾക്ക് ഇപ്രാവശ്യം വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങൾക്കും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ SSLC ഫ്രീ നോട്ട്സ് അല്ലെങ്കിൽ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ ഈ കോഡോൺ അടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സ് ഒക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. വേറെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.